ജനുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ തുക വാതിൽപ്പടി വിതരണക്കാർക്ക് കുടിശ്ശികയാണ്. അതുകൂടാതെ സർക്കാർ ഗ്യാരണ്ടിയായി പിടിച്ചു വെൽക്കുന്ന 10% തുകയുണ്ട്. കണക്ക് ഓഡിറ്റ് ചെയ്ത ശേഷം നൽകുന്ന തുക. ഇതും മാസങ്ങളായി നൽകിയിട്ടില്ല. ഈ 10% തുകയാണ് നടത്തിപ്പുകാരന്റെ ലാഭവും ഡ്രൈവറുടെ ശമ്പളവും. 1000 രൂപയ്ക്ക് ഓടിയാൽ 100 രൂപയാണ് പിടിച്ചു വെക്കുക. ഡീസൽ ചെലവ് കഴിഞ്ഞാൽ പലപ്പോഴും ബാക്കിയാവുക ഈ തുക മാത്രമാണ്. അതാണ് സർക്കാരിന്റെ കരുതൽ കണക്കിൽ വരുന്നത്. 10% തുക കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ മുഴുവൻ തുകയും 3 മാസത്തേക്കും കുടിശ്ശികയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് അതിന് ഡീസൽ അടിച്ച് ജനത്തിന് റേഷൻ എത്തിക്കേണ്ടതില്ല എന്ന് വാതിൽപ്പടി വിതരണക്കാർ തീരുമാനിച്ചു. അങ്ങനെ കാശെടുത്തടിക്കാൻ മനസ്സുണ്ടായാൽ പോലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ? 3 മാസമൊക്കെ നയാ പൈസ ലഭിക്കാതെ റേഷൻ വിതരണം ചെയ്യാൻ ആർക്ക് കഴിയും? സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട സമരമാണ് വാതിൽപ്പടി വിതരണക്കാരുടേത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ വികാരമുണ്ടായി വരുന്നത് ഇത്തരം വഴികളിലൂടെയുമായിരിക്കും.